വെൽക്കം ടു ഫ്രൈഡേ കോഫി. എല്ലാവർക്കും വലിയ 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 താങ്ക്സ്. രാച്ച ട്രിപ്പ് കുറേ പേർക്ക് ഇഷ്ടമായെന്ന് എനിക്ക് ഫീഡ്ബാക്സ് കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച്. രാച്ച ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഞാനും വിവ്യാനും ഹിജാസും ഹരിയും കൂടെ ഞങ്ങൾ കൊജൂരി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കുള്ളൊരു കുട്ടി ട്രിപ്പ്. അപ്പോൾ കൊജൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടിബ്ലീസിൽ നിന്നൊരു 20-25 കിലോമീറ്റേഴ്സ് ദൂരമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത്, അതായത് ടിബ്ലീസിൽ ജോർജിയയിൽ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്നോ കാണാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊജൂരിയാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും 1.5 മണിക്കൂർ 2 മണിക്കൂർ ദൂരം നമ്മൾ ട്രാവൽ ചെയ്താലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രിപ്പ് ആക്ച്വലി പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. വലിയ കുറേ ദിവസത്തെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞങ്ങൾ ആക്ച്വലി ഈ സ്നോ ഉണ്ടാവും എന്ന് ഞങ്ങൾ കരുതിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, മഴ. എത്ര കണ്ടാലും ഞാൻ ഇരുന്നു. ആൻഡ് മഴക്കാലം എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആണ്. 2 എന്ന് പറയുന്നത് സ്നോ. സ്നോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലം ഫുള്ള് മഞ്ഞിൽ കുളിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്നോയിൽ കളിക്കാനും അതൊക്കെ ഭയങ്കര കൗതുകമാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്നോ. അതുകൊണ്ട് തന്നെ എല്ലാ വിന്റർ ടൈമിലും എവിടെയെങ്കിലും സ്നോ കാണാൻ ഞാൻ പോയിരിക്കും. കാരണം സ്നോ വിന്റർ ടൈമിൽ കിട്ടുന്ന ഒരു മഹാത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊജൂരിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. രാവിലെ അങ്ങനെ ഹിജാസ് വന്നു, ഞങ്ങളെല്ലാവരെയും പിക്ക് ചെയ്തു. ആൻഡ് രാവിലെ വലിയ ഒരു ട്രാഫിക് ഇല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. കുറെ വളവും തിരിവും കുറെ ഹെയർ പിന്നുകളും ഒക്കെയുള്ള ഒരു കുത്തനെയുള്ള റോഡാണ്. ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ആക്ച്വലി ഓൺ ദ വേ തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടിബ്ലീസിയുടെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ എനിക്കൊന്നും അറിയില്ല. അടി 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 ക്യാമറ സെറ്റിംഗ്സ് അല്ലാണ്ട് പിന്നെന്താ. അതെ, അതത്രേ ഉള്ളൂ. കണ്ടോ കണ്ടോ വ്യത്യാസം കണ്ടോ? ഞങ്ങൾ അവിടുന്ന് കൊച്ചൂരിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സ്നോ കണ്ട് തുടങ്ങത്തില്ലേ, അതൊരു 1.5 കാഴ്ച തന്നെയാണ്. ഫൈനലി ഞങ്ങൾ സ്നോ ഒക്കെ കണ്ട് തുടങ്ങി. ആൻഡ് സ്നോ ആക്ച്വലി ചെറുതായിട്ട് തുടങ്ങി അവസാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം സ്നോ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ഞങ്ങൾ അധികം താമസിക്കാതെ കൊജൂരി എത്തി. ചീറ്റി ഫുഡ് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് വീണ്ടും തളിക്കുകയാണ്. കേളി തെറിപ്പിക്കുന്ന
ജസ്റ്റ് ബ്രോ, നമ്മൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? നമ്മളിപ്പോ വന്നിരിക്കുന്നത് കൊജോറി എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സ്ഥലത്തേക്കാണ്. എന്നൊന്ന് പറയാൻ എനിക്കില്ല, കൊജോറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മഞ്ഞുണ്ട്, മഞ്ഞ്. ഇത് ടിബ്ലിസി സിറ്റിന്ന് എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം ടോട്ടൽ നമ്മളിപ്പോ ഇത്രയും വന്നിരിക്കുന്നത് അറൗണ്ട് 20 അല്ലേ? അല്ല, ബെസ്റ്റ്. നല്ല 2 ആൾക്കാരോടാണ് ചോദിക്കുന്നത്. ഒരു 20-25 കിലോമീറ്റേഴ്സോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുണ്ട് മംഗളേശ്വരി എന്ന സ്ഥലത്ത്. ഇനി വീണ്ടും ഒരു 20-24 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷ മാത്രമേ ഉള്ളല്ലേ. അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ശീലമുള്ളതുകൊണ്ട് വലിയ സീനില്ല ഈ ഒരു മഞ്ഞിൽ. കാരണം ഗോദാവരിയിലൊക്കെ എന്ന് പറയുമ്പോൾ -25, -30 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ക്ലൈമറ്റ് അവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ 0, 10, -10 അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റേ വരത്തുള്ളൂ കൂടിപ്പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ചെറിയൊരു കുന്നിൻ്റെ മണ്ടയിലായിട്ട് ഞങ്ങൾ കയറി. ആൻഡ് ഇവിടെ കണ്ട വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് വ്യൂ. അതായത് ആ ഒരു ഫുൾ സ്ഥലം ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ എന്താ പറയുക മൂടി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അതൊരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആക്ച്വലി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, സ്നോ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊരു സംഭവം. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ അടുത്ത ഒരു മംഗ്ലീഷ്യ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാൻ. പെപ്പർ റോസ്റ്റ് റെഡിയാവും. എല്ലായിടത്തൊന്നും ചൂടിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ടിബിൽസി കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ചാണ് ഇവിടെ. ഇതാണോ നമ്മൾ ഉദ്ദേശിച്ച ചർച്ച? ഇതാണ്. ഇവിടെയാണ് തോന്നുന്നു കുറെ പടികളൊക്കെ ഉള്ള നൈസ് ഒരു വ്യൂ ഉണ്ട്. പക്ഷെ ഇപ്പൊ മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ അച്ചടി ഭാഷ കിട്ടിയത്? അച്ചടി ഭാഷ എന്റെ അച്ഛനൊരു റൈറ്ററാ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഡോക്യുമെന്റ് റൈറ്ററോ?
ഇവിടെയാണ് നമ്മളെ ചർച്ച് വരുന്നത്. നമ്മളിപ്പം ചർച്ചിലോട്ട് 6 കിലോമീറ്റർ 6 കിലോമീറ്ററോ കേറുന്നു കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടല്ലേ, അവസാനം എന്റെ പേര് മാറും. എടാ അത് ഇത് വീഡിയോ എടുക്കണ വിവേന, നീ അതിനെ കൊല്ലിയ. വിവിയ മിക്കവാറും ചവിട്ടുകൊണ്ട് ചാവും. ഞങ്ങളവിടെ മംഗ്ലീഷ്യയിൽ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടി. അതുകൊണ്ട് പിന്നെ അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. നല്ല സ്ഥലമാണ്, കുറേ ചെമ്മരിയാടും അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചു. ആൻഡ് വാസ് എ ഷോർട്ട് ട്രിപ്പ്. ഞങ്ങൾ നേരെ ടിബ്ലിസിയിലേക്ക് തിരിച്ചു.